മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ആശയവുമായി ഉദയ വായനശാല ഗ്രന്ഥാലയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉദയ ബാലവേദി വായനക്കളരി ബാലോത്സവം സംഘടിപ്പിച്ചു. ഉദയ വായനശാലയിൽ നടന്ന പരിപാടി ലൈബ്രറി ജില്ലാ കൗൺസിൽ അംഗം കെ.വി. രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി പരിപാടികൾ നമ്മുടെ ലൈബ്രറി കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കും. ഒട്ടനവധി പരിപാടി. ഈ വർഷമാണ് വായനക്കളരി എന്നത്. അതല്പം വൈകി, പ്രാവശ്യം അല്പം നമ്മൾ വൈകി, കാരണം മെയ് മാസമായി. ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ ദിവസങ്ങളേ ഉള്ളൂ. എന്തിന്? സ്കൂൾ തുറക്കാൻ. സ്കൂൾ തുറന്ന് നമ്മുടെ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോഴേക്കും മഴയും ആവും. അപ്പോഴേക്കും നമ്മുടെ പരിപാടികളെല്ലാം നടക്കണം. ഭരണകൂട വായനക്കളരി എന്ന് പറയുന്നത് ഒരുപാട് പരിപാടികൾ നീണ്ടു നിൽക്കുന്നു. ഇന്ന് അതിന്റെ ഉദ്ഘാടനമാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പരിപാടി നടത്തേണ്ടത്? എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? പുസ്തകം വായിക്കാറുണ്ടോ? ഈ വെക്കേഷനിൽ എത്ര പുസ്തകം വായിച്ചു? എത്ര പുസ്തകം വായിച്ചിട്ടുണ്ടാവും? ഇനി നിങ്ങൾ പറഞ്ഞോളൂ. 2 പുസ്തകം വായിച്ചിട്ടുണ്ടോ? 2 ഇല്ലേ? 5 പുസ്തകം വായിച്ചോ? 5 പുസ്തകം വായിച്ചു. എത്ര പുസ്തകം വായിക്കുന്നത്? ഇന്ന് നമുക്കൊന്നും സമയമില്ല. തിരക്കോട് തിരക്കാം അല്ലേ? ആരോഗ്യം, എക്സൈസ്, BRCയുടെ വിവിധ പ്രോഗ്രാമുകൾ, പുസ്തക പരിചയം, ലഘുനാടകം, ലഘുയാത്രകൾ, പുസ്തക വായന, സ്കിറ്റ് അവതരണം, ചിത്രരചന, ഒറിഗാമി പരിശീലനം, യോഗ പരിശീലനം, പ്രസംഗ പരിശീലനം, ആസ്വാദനക്കുറിപ്പ്, എയറോബിക്സ് പരിശീലനം, പാലിയേറ്റീവ് രോഗികളെ സന്ദർശിക്കൽ, പുസ്തക വായന തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളും ഒരുക്കിയിരുന്നു. ഉദയ വായനശാല സെക്രട്ടറി ശ്രീജേഷ് SN സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് KN പത്മാവതി അധ്യക്ഷയായി. വാർഡ് മെമ്പർ സ്മിത രജിത്ത്, ബിനോജ് C കുറ്റ്യാനി, വിമൽകുമാർ NV തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നമ്മുടെ വായനയെ പറ്റി പഠിക്കുവാൻ വേണ്ടി, നമ്മുടെ വായനശാലകളെ പറ്റി പഠിക്കുവാൻ വേണ്ടി, ഈ സമൂഹത്തിലുള്ള കാര്യങ്ങളെല്ലാം, ചെറുതും വലുതുമായ കാര്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞു മനസ്സിന് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മാസക്കാലം നിങ്ങളും നമ്മളും എല്ലാം കൂടെ സമ്മതിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു മാസക്കാലം സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാന പ്രകാരമാണ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്. വായനകളൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചു അല്ലേ? നമുക്കൊരു സമയം കിട്ടുമ്പം നമ്മൾ നമ്മൾ TV-യുടെ അടുത്തോട്ട് പോകും, അല്ലെങ്കിൽ നമ്മളൊരു ഫോണ് സ്വന്തമായിട്ട് ഫോണിലെ അച്ഛൻ്റെ അമ്മയുടെയും ഫോണിന് വാങ്ങിച്ച് നമ്മൾ അതിനകത്തെ പരിപാടികളെല്ലാം കണ്ട് വായനകളെ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു കാലത്തിലോട്ട് നമ്മൾ കടന്നു വന്നപ്പം നമുക്ക് പരസ്പര ബന്ധങ്ങളൊന്നും ഇല്ലാണ്ടായി. ഇന്നിപ്പോൾ നമ്മുടെ മക്കളുടെ കളികളൊക്കെ ഏകദേശം അവസാനിച്ചു. ഇനി ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ഉള്ളപ്പം നിങ്ങൾ ആ പരിപാടിയിലൊന്ന് പോയി പങ്കെടുക്കുക, അല്ലാതെ നമ്മുടെ കളികളെല്ലാം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് തുടർന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വായന എന്താണെന്നും, വായന കളരി എന്താണെന്നും, ബാലവേദി എന്താണെന്നും, എങ്ങനെയാണ് നമ്മുടെ നാടുകളിലൊക്കെ വായനശാലകൾ ഉണ്ടായതെന്നും, അതിന് പ്രചോദനം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യങ്ങളെ